ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സ്റ്റിങ്ക്വിഷർ ഫോർ എഞ്ചിനീയറിംഗ് ടിപ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ ഫയർ പമ്പ് സെറ്റിന്റെ പമ്പ് റൂം ഡീറ്റെയിൽസ് ഒക്കെ ഒരു ഹൊറിസോണ്ടൽ ടൈപ്പ് ഫയർ പമ്പ് സെറ്റും വെർട്ടിക്കൽ ടർബൈൻ ടൈപ്പ് ഫയർ പമ്പ് സെറ്റും ഒക്കെ പ്രാക്ടിക്കൽ വീഡിയോസ് വെച്ചിട്ട് തന്നെ നാം ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ ഒരു വീഡിയോസിൽ നിങ്ങൾക്കറിയാം, ഒരു പമ്പ് റൂമിനകത്ത് നമുക്ക് മിനിമം 3 ടൈപ്പ് പമ്പ് സെറ്റ് ഉണ്ടാവും: ഇലക്ട്രിക്കല്, ഡീസല്, ജോക്കി. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് വാൽവ്സ്, ഡീസൽ ടാങ്ക്, സക്ഷൻ ലൈന്, ഡിസ്ചാർജ് ലൈന്, അങ്ങനെ നമ്പർ ഓഫ് ഐറ്റംസ് നമ്മൾ ഈ ഒരു പമ്പ് റൂമിൽ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ നമ്മളൊരു കൺസൾട്ടൻസിയിലോ അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ ഡിസൈനിങ്ങിലോ ഒക്കെ ഇരിക്കുമ്പോൾ ഈ ഒരു പമ്പ് റൂമിന്റെ സൈസ്, സ്റ്റാൻഡേർഡ് സൈസ് അല്ലെങ്കിൽ മിനിമം സൈസ്, അതുപോലെ തന്നെ പമ്പ് റൂമിന്റെ ഹൈറ്റ്, വാട്ടർ ടാങ്കിന്റെ ഡെപ്ത്, ഇതൊക്കെ അറിയാൻ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അത് നമ്മുടെ NFPA കോഡ് പ്രകാരം, അതല്ലെങ്കിൽ UAE ഫയർ കോഡ് പ്രകാരം ഒരു പമ്പ് റൂമിന്റെ സ്റ്റാൻഡേർഡ് സൈസ് എത്രയാണ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പമ്പ് സെറ്റിന് ലൈക്ക് ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ടർബൈൻ ടൈപ്പ് പമ്പ് സെറ്റ്സിന് അതിന്റെ ഡിഫറെന്റ് കപ്പാസിറ്റീസിന് മിനിമം റിക്വയർഡ് ആയിട്ടില്ല, അതല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പമ്പ് റൂം സൈസ് എത്രയാണ്, അതിന്റെ വാട്ടർ ടാങ്ക് കാൽക്കുലേഷൻസ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക, വാട്ടർ ടാങ്കിന്റെ ഡെപ്ത് മിനിമം റിക്വയർഡ് എത്രയാണ്, അങ്ങനെയുള്ള ബേസിക് ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നോർമൽ കേസിൽ ഫയർ പമ്പ് സെറ്റിന്റെ മാനുഫാക്ചേഴ്സിന്റെ റെക്കമെൻഡഡ് ഡ്രോയിങ് പ്രകാരമാണ് ഇൻസ്റ്റലേഷൻ ഒക്കെ നമ്മൾ പ്രൊസീഡ് ചെയ്യാം. എസ്പെഷ്യലി ബിഗ് സൈസ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ടർബൈൻ ടൈപ്പ് പമ്പ് സെറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ മാനുഫാക്ചേഴ്സിന്റെ റെക്കമെൻഡഡ് ഡ്രോയിങ് പ്രകാരം പ്രൊസീഡ് ചെയ്യും. നമുക്കറിയാം, ഇൻ ബിറ്റ്വീൻ ഫയർ പമ്പ് സെറ്റ്സ് നമുക്ക് ക്ലിയറൻസ് ഡിസ്റ്റൻസ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ പമ്പ് സെറ്റ് ഫ്രം വാള് ക്ലിയറൻസ് ഡിസ്റ്റൻസ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഫ്രം എനർജൈസ്ഡ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഫ്രം വാൽവ്സ്, ബിറ്റ്വീൻ വാൽവ്സ്, അങ്ങനെ നമുക്ക് ക്ലിയറൻസ് ഡിസ്റ്റൻസ് നമുക്ക് ആവശ്യമുണ്ട്. ഈസിലി നമുക്ക് ആക്സസിബിൾ ആവണം, ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കണം, സേഫ്റ്റി വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഇത്രയും വാൽവ്സും നമ്പർ ഓഫ് ഡിവൈസസും ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു മിനിമം പമ്പ് റൂമിന്റെ സൈസ് എത്രയാണ്? ഇത് സ്റ്റാർട്ടിംഗ് ലെവലിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും സ്റ്റഡി നടത്തിയിട്ടൊന്നും ഒരു പമ്പ് റൂമിന്റെ സൈസ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് 2 വേർഡ്സിൽ NFPA കോഡ് പ്രകാരം, അതല്ലെങ്കിൽ UAE ഫയർ കോഡ് പ്രകാരം ഒരു പമ്പ് റൂമിന്റെ സ്റ്റാൻഡേർഡ് സൈസ് എത്രയാണ്, അതിന്റെ വാട്ടർ ടാങ്കിന്റെ ഡെപ്ത് എത്രയാണ്, വാട്ടർ ടാങ്കിന്റെ കപ്പാസിറ്റി എത്രയാണ്, പമ്പ് റൂമിന്റെ ഹൈറ്റ് എത്രയാണ്, ഇത്തരം കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ NFPA 20 അതല്ലെങ്കിൽ UAE ഫയർ ആൻഡ് ലൈഫ് സേഫ്റ്റി കോഡ് പ്രകാരം ഫയർ പമ്പ് റൂമിന്റെ റിക്വയർഡ് സെപ്പറേഷൻ ഫയർ റേറ്റഡ് 2 hour ആണ് നോർമൽ കേസിൽ നാം യൂസ് ചെയ്യാറുള്ളത്. പിന്നെ 1-2 ജനറൽ കേസുകൾ നാം ഫസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. Pump room shall be located anywhere between ground floor near fire access road to the lowest level of the building within 6 meter and visible location from exit stair leading to ground floor from the level. Normal case ആണ് നമുക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള, വിസിബിൾ ആയിട്ടുള്ള, വിത്തിൻ 6 meter ഫ്രം എക്സിറ്റ് സ്റ്റെയർ ഒക്കെ ആയിട്ടുള്ള ഒരു ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ വേണം പമ്പ് റൂം നാം ഡിസൈനിങ്ങിൽ കൺസിഡർ ചെയ്യാനും. അതുപോലെ തന്നെ പമ്പ് റൂം ഷാൾ ഹാവ് ഡയറക്റ്റ് ആൻഡ് സ്റ്റാൻഡേർഡ് ആക്സസ് വേ ഓർ സ്റ്റെയർ. നമുക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള സ്റ്റെയർ കേസ് അല്ലെങ്കിൽ 2.3 മിനിമം വിഡ്ത്തിലുള്ള ഡോറൊക്കെ ആവശ്യമുണ്ട്. അതിൽ ഹാച്ച് എൻട്രി, കാറ്റ് ലാഡർ, സ്പൈറൽ സ്റ്റെയർസ്, വൈൻഡിങ് സ്റ്റെയർസ് ഒന്നും അലൗഡ് അല്ല. അങ്ങനെയുള്ള ജനറൽ കേസ് നാം ഒന്ന് ശ്രദ്ധിക്കണം. അതായത് പമ്പ് റൂം നമുക്ക് ഈസിലി വിസിബിൾ ആൻഡ് ആക്സസിബിൾ ആയിരിക്കണം. ഇനിയാണ് നമ്മുടെ പോയിന്റിലേക്ക് വരുന്നത്. 2 ടൈപ്പ് പമ്പ് സെറ്റ് നാം ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഒന്ന് ഹൊറിസോണ്ടൽ ടൈപ്പ് പമ്പ് സെറ്റും, നെക്സ്റ്റ് വെർട്ടിക്കൽ ടർബൈൻ ടൈപ്പ് പമ്പ് സെറ്റും. അപ്പൊ ഈ ഒരു നമുക്കറിയാം, വെർട്ടിക്കൽ ടർബൈൻ ടൈപ്പ് ഫയർ പമ്പ് സെറ്റ് നാം കൺസിഡർ ചെയ്യുമ്പോൾ പമ്പ് റൂമിന്റെ ഹൈറ്റും വാട്ടർ ടാങ്കിന്റെ ഡെപ്തും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ബേസിക് ഡീറ്റെയിൽസ് ഒന്നും അറിയാത്ത ആളുകൾ നമ്മുടെ ചാനലിൽ വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് കേസിൽ നമ്മൾ ഒരു ഹൊറിസോണ്ടൽ ടൈപ്പ് ഫയർ പമ്പ് സെറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ മിനിമം ഹൈറ്റ് റിക്വയർഡ് ആയിട്ടുള്ളത് 2.5 മീറ്റർ ആണ്, പമ്പ് റൂമിന്റെ ഹൈറ്റ്. ഇനി അതിന്റെ സൈസ്, ഏരിയ, ഡിഫറെന്റ് പമ്പ് കപ്പാസിറ്റീസിനനുസരിച്ച് 50 GPM പമ്പ് സെറ്റ് ആണെങ്കിൽ അതിന്റെ സ്റ്റാൻഡേർഡ് സൈസ് 3 മീറ്റർ ബൈ 3 മീറ്റർ ആണ്, 2.5 മീറ്റർ ഹൈറ്റ് ആണ്. ഇനി അത് 100 GPM പമ്പ് സെറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു പ്രോജക്റ്റിന്റെ പമ്പ് റൂം ആണെങ്കിൽ 3 മീറ്റർ ബൈ 4 മീറ്റർ ആണ് നമുക്ക് സ്റ്റാൻഡേർഡ് സൈസ്, മിനിമം സൈസ് ആയിട്ട് ആവശ്യമുള്ളത്. അതിന്റെ ഹൈറ്റ് 2.5 മീറ്റർ ആണ്. ഇനി 500 GPM പമ്പ് സെറ്റ് വരുന്ന കേസ് ആണെങ്കിൽ 4 മീറ്റർ ബൈ 4 മീറ്റർ ആണ്. അതുപോലെ തന്നെ 1500 GPMലേക്ക് പോവുകയാണെങ്കിൽ 5 മീറ്റർ ബൈ 6 മീറ്റർ ആണ്. ഇനി മോർ ദാൻ 1500 GPM വരുന്ന കേസിൽ 6 മീറ്റർ ബൈ 6 മീറ്റർ ആണ് നോർമൽ കേസിൽ സ്റ്റാൻഡേർഡ് സൈസ് ആയിട്ട് നാം കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇതേ കേസ് നമ്മൾ വെർട്ടിക്കൽ ടർബൈൻ ടൈപ്പ് ഫയർ പമ്പ് സെറ്റിലേക്ക് പോവുകയാണെങ്കിൽ അത് നമുക്കറിയാം, അതിന്റെ ഹൈറ്റ് കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ടർബൈൻ ഇൻസ്റ്റലേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പൊ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് 50 GPM പമ്പ് സെറ്റ് ആണെങ്കിൽ 3 മീറ്റർ ബൈ 3 മീറ്റർ ബൈ 2.5 മീറ്റർ ആണ്. എന്നാൽ അത് 100 GPMലേക്ക് പോകുമ്പോൾ 3 മീറ്റർ ബൈ 4 മീറ്റർ ബൈ 3 മീറ്റർ ഹൈറ്റ് ആണ്.
ഇനി 500 GPM പമ്പ് സെറ്റിലേക്ക് പോകുമ്പോൾ 4 മീറ്റർ ബൈ 4 മീറ്റർ ബൈ 3 മീറ്റർ ഹൈറ്റ് ആണ് അതിന്റെ സ്റ്റാൻഡേർഡ് സൈസ് ആയിട്ട് വെർട്ടിക്കൽ ടർബൈൻ ടൈപ്പ് ഫയർ പമ്പ് സെറ്റിന് നാം കൺസിഡർ ചെയ്യേണ്ടത്. എന്നാൽ അത് 1500 GPM പമ്പ് സെറ്റ് വരുന്ന വെർട്ടിക്കൽ ടർബൈൻ ടൈപ്പ് പമ്പ് സെറ്റ് 1500 GPM വരുന്ന കേസിൽ 5 മീറ്റർ ബൈ 6 മീറ്റർ ബൈ 3.5 മീറ്റർ ഹൈറ്റ് വേണം. അതുപോലെ തന്നെ മോർ ദാൻ 1500 GPM വെർട്ടിക്കൽ ടർബൈൻ ടൈപ്പ് ഫയർ പമ്പ് സെറ്റ് വരുന്ന കേസ് ആണെങ്കിൽ അത് 6 മീറ്റർ ബൈ 6 മീറ്റർ ബൈ 3.5 മീറ്റർ ഹൈറ്റിലാണ് പമ്പ് റൂമിന്റെ സ്റ്റാൻഡേർഡ് സൈസ് ആയിട്ട് നാം കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഡിസൈനിങ്ങിൽ ഇരിക്കുമ്പോൾ ഫയർ പമ്പ് റൂമിന്റെ സൈസിന്റെ കൂടെ തന്നെ നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് ആവശ്യമുള്ളതാണ് അതിന്റെ വാട്ടർ ടാങ്ക് അറേഞ്ച്മെന്റ്സും. അതുകൊണ്ട് തന്നെ രണ്ട് ടൈപ്പ് ഫയർ പമ്പ് സെറ്റിന്റെയും ഹൊറിസോണ്ടലും വെർട്ടിക്കൽ ടർബൈൻ ടൈപ്പ് ഫയർ പമ്പ് സെറ്റിന്റെ പമ്പ് റൂംസ് അതുപോലെ അതിന്റെ കൂടെയുള്ള വാട്ടർ ടാങ്കിന്റെ അറേഞ്ച്മെന്റ്സ് നമുക്കൊന്ന് നോക്കാം. അപ്പൊ എങ്ങനെയാണ് ഒരു ഹൊറിസോണ്ടൽ ടൈപ്പ് ഫയർ പമ്പ് സെറ്റ് ഫയർ പമ്പ് റൂമും അതിന്റെ വാട്ടർ ടാങ്കും ഉണ്ടാവുക? നമുക്കറിയാം ഈ ഒരു ഫയർ പമ്പ് റൂം ഇതൊരു ഫയർ പമ്പ് റൂം ആണെങ്കിൽ അത് നെക്സ്റ്റ് ടു ഫയർ പമ്പ് റൂമായിട്ട് ഹൊറിസോണ്ടലി ആണ് അതിന്റെ വാട്ടർ ടാങ്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ നേരത്തെ പ്രീവിയസ് വീഡിയോയിൽ നാം ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൊറിസോണ്ടൽ ടൈപ്പ് ഫയർ പമ്പ് സെറ്റ് പോസിറ്റീവ് സെക്ഷൻ ആണ് നാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫയർ പമ്പ് റൂമിന്റെയും വാട്ടർ ടാങ്കിന്റെയും ലെവല് നമുക്ക് ഓൾമോസ്റ്റ് സെയിം ആയിട്ട് വേണം കീപ്പ് ചെയ്യാനും. അപ്പൊ ഇതുപോലെ നെക്സ്റ്റ് ടു പമ്പ് റൂമായിട്ട് ഹൊറിസോണ്ടൽ ആയിട്ടാണ് വാട്ടർ ടാങ്ക് അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വാട്ടർ ടാങ്ക് നാം നോർമൽ കേസിൽ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഒന്നുകിൽ കോൺക്രീറ്റ് ആയിരിക്കും, അതല്ലെങ്കിൽ സ്റ്റീല്, അതല്ലെങ്കിൽ GRP അങ്ങനെയുള്ള ഫൈബർ ഗ്ലാസ് അപ്രൂവ്ഡ് സിവിൽ ഡിഫൻസ് അപ്രൂവ്ഡ് മെറ്റീരിയൽസിന്റെ വാട്ടർ ടാങ്ക് വേണം നാം പ്രൊവൈഡ് ചെയ്യാനും. അതുപോലെ തന്നെ ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വാട്ടർ ടാങ്ക് നോർമൽ കേസിൽ 2 ഇന്റേണൽ കമ്പാർട്ട്മെന്റ് ആയിട്ട് വേണം കൊടുക്കാനും. കാരണം നമുക്ക് ഈസിലി ക്ലീനിങ് ആൻഡ് മെയിൻ്റനൻസ് ഒക്കെ വരുമ്പോൾ ഫുൾ വാട്ടർ ഡ്രൈ ചെയ്യാത്ത രീതിയിൽ നമുക്ക് റിസർവ്ഡ് വാട്ടർ കീപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷൻ മെയിൻ്റനൻസ് പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 2 ഇന്റേണൽ കമ്പാർട്ട്മെന്റ് ഇൻബിറ്റ്വീന് ഐസൊലേഷൻ വാൽസ് വെച്ചിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് നോർമൽ കേസിൽ നാം ഡിസൈൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ 2 കമ്പാർട്ട്മെന്റ് ആയിട്ടൊക്കെ വാട്ടർ ടാങ്ക് കൺസിഡർ ചെയ്യുമ്പോഴും നമ്മുടെ പമ്പ് റൂമിലേക്കുള്ള സെക്ഷൻ ലൈന് ഒരു കോമൺ ഹെഡറിലൂടെ 2 കമ്പാർട്ട്മെന്റിൽ നിന്നും വാട്ടർ എടുക്കുന്ന രീതിയിലാണ് കണക്ട് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം വാട്ടർ ടാങ്കിന്റെ സൈസ് കാൽക്കുലേഷൻ നാം ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് എത്ര ഹവർ 1 hour ആണോ 1.5 ആണോ 2 hour ആണോ വാട്ടർ ആവശ്യമുള്ളത് എന്നുള്ളത് നമ്മുടെ ഡിസൈനിങ്ങിനനുസരിച്ച് പമ്പ് റൂമിന്റെ കപ്പാസിറ്റി വെച്ചിട്ട് ഗാലൻസ് പെർ മിനിറ്റിനെ ആ ഒരു ഡ്യൂറേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പമ്പ് റൂമിന്റെ വാട്ടർ ടാങ്കിന്റെ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ നാം ഓൾറെഡി സ്പ്രിംഗ്ലർ ഡിസൈനിങ്ങിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി ഇവിടെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഡൊമസ്റ്റിക് വാട്ടർ സപ്ലൈ ആയിട്ട് മിക്ക കേസിലും ഈ ഒരു ഫയർ പമ്പ് റൂമിന്റെ വാട്ടർ ടാങ്ക് റിസർവ്ഡ് വാട്ടർ ടാങ്ക് കമ്പൈൻ ചെയ്യാനുള്ള പ്രൊവിഷൻസ് ആവശ്യമാണ്. അങ്ങനെ കമ്പൈൻ ചെയ്യുന്നതിനുള്ള പ്രൊവിഷൻസ് സിവിൽ ഡിഫൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ബട്ട് അവിടെ നമ്മളൊരു കണ്ടീഷൻ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ഒരു ഫയർ പമ്പ് സെറ്റിന് ആവശ്യമുള്ള റിസർവ്ഡ് വാട്ടർ എപ്പോഴും ഫുൾ ടൈം നമുക്ക് അവൈലബിൾ ആവുന്ന രീതിയിൽ വേണം കീപ്പ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? നമ്മൾ ഈ ഒരു ഡൊമസ്റ്റിക് വാട്ടർ സപ്ലൈയുടെ കണക്ഷൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഫുഡ് വാൽവ് ഒരു മിനിമം ലെവൽ വരെ നമ്മൾ താഴ്ത്തി വെക്കാൻ പാടുള്ളൂ. അതിന്റെ താഴെയുള്ള വാട്ടർ എല്ലാ കേസിലും ഈ ഒരു ഫയർ പമ്പ് റൂമിന് അല്ലെങ്കിൽ ഫയർ പമ്പ് സെറ്റിന് റിസർവ്ഡ് ആയിട്ട് നമുക്ക് 1 hour ആണെങ്കിൽ 1 hour റിക്വയർഡ് ആയിട്ടുള്ള വാട്ടർ കപ്പാസിറ്റി എത്രയാണോ അത് ഫുൾ ടൈം നമുക്ക് അവൈലബിൾ ആവുന്ന രീതിയിൽ ഈ ഒരു ഫയർ വാട്ടർ ടാങ്കും ഡൊമസ്റ്റിക് വാട്ടർ ടാങ്കും കമ്പൈൻ ചെയ്യുന്നതും സിവിൽ ഡിഫൻസ് ആക്സെപ്റ്റബിൾ ആണ്. അപ്പോൾ ഇനി നമ്മളൊരു വെർട്ടിക്കൽ ടർബൈൻ ഫയർ പമ്പ് സെറ്റിന്റെ പമ്പ് റൂമും അതിന്റെ വാട്ടർ ടാങ്കിലേക്കും വരികയാണെങ്കിൽ നമുക്കറിയാം പ്രീവിയസ് വീഡിയോയിൽ നാം ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വെർട്ടിക്കൽ ടർബൈൻ ഫയർ പമ്പ് സെറ്റ് നാം നോർമൽ കേസിൽ യൂസ് ചെയ്യുന്നത് നെഗറ്റീവ് സെക്ഷൻ വരുന്ന കേസിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫയർ വാട്ടർ ടാങ്ക് ഡയറക്ട്ലി ബിലോ ദി പമ്പ് സെക്ഷൻ ആയിരിക്കണം. ഇതുപോലെ പമ്പ് റൂം ഇതുപോലെയാണെങ്കിൽ അതിന്റെ ഡയറക്ട്ലി ബിലോ ആയിട്ട് വേണം വാട്ടർ ടാങ്ക് അറേഞ്ച് ചെയ്യുവാൻ. അതിന്റെ സെക്ഷൻ ലൈനിന്റെ ഡയറക്റ്റ് ബിലോ ആയിട്ടാണ് വാട്ടർ ടാങ്ക് ഉണ്ടാവുക. നെക്സ്റ്റ് നാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വാട്ടർ ടാങ്കിന്റെ മെറ്റീരിയൽസ് നോർമൽ കേസിൽ നാം പ്രിഫർ ചെയ്യാറ് കോൺക്രീറ്റ് ആണ്, അതല്ലെങ്കിൽ സ്റ്റീല് അല്ലെങ്കിൽ ഫൈബർ ഗ്ലാസ് GRP സിവിൽ ഡിഫൻസ് അപ്രൂവ്ഡ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ള വാട്ടർ ടാങ്ക് വേണം പ്രിഫർ ചെയ്യുവാനും. പിന്നെ നാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വാട്ടർ ടാങ്കും 2 ഇന്റേണൽ കമ്പാർട്ട്മെന്റ്സ് ഇൻബിറ്റ്വീൻ ഐസൊലേഷൻ വാൽവ്സ് ഒക്കെ കണക്ട് ചെയ്തിട്ട് ഇൻ കേസ് മെയിൻ്റനൻസ് അല്ലെങ്കിൽ ക്ലീനിങ് ടൈമിലൊന്നും ഫുള്ള് വാട്ടർ ഡ്രെയിൻ ഔട്ട് ആവാത്ത രീതിയിൽ വേണം നാം അറേഞ്ച് ചെയ്യുവാനും. അപ്പോൾ ഈ ഒരു വെർട്ടിക്കൽ ടർബൈൻ പമ്പ് സെറ്റിന്റെ കേസിൽ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ്, ഈ ഒരു പമ്പ് സെറ്റിന്റെ സെക്ഷൻ നാം എടുക്കുന്നത് ഒരു സമ്പ് പിറ്റിൽ നിന്ന്, അതുപോലെ ഒരു വാട്ടർ ടാങ്കിൽ സമ്പ് പിറ്റ് അറേഞ്ച് ചെയ്തിട്ട് ആ ഒരു സമ്പ് പിറ്റിൽ നിന്നാണ് സെക്ഷൻ ലൈൻ എടുക്കുന്നത്. പിന്നെ നാം നേരത്തെ പറഞ്ഞതുപോലെ വാട്ടർ ടാങ്കിന്റെ സൈസ് നമുക്കറിയാം, ഓൾറെഡി കാൽക്കുലേഷൻ നാം ഡിസ്കസ് ചെയ്തു സ്പ്രിംഗ്ലറിന്റെ കാൽക്കുലേഷൻസിൽ. അതുപോലെ തന്നെ ഈ ഒരു വാട്ടർ ടാങ്കും നമ്മുടെ ഡൊമസ്റ്റിക് വാട്ടർ ആയിട്ട് കമ്പൈൻ ചെയ്യുന്നത് സിവിൽ ഡിഫൻസ് പെർമിറ്റഡ് ആണ്. വിത്ത് ഒരു കണ്ടീഷൻ നമ്മൾ കീപ്പ് ചെയ്യണം, ഫുൾ ടൈം നമുക്ക് ഫയർ പമ്പ് സെറ്റിന് റിക്വയർഡ് ആയിട്ടുള്ള വാട്ടർ ഫുൾ ടൈം നമുക്ക് അവൈലബിൾ ആവുന്ന രീതിയിൽ വേണം ഈ ഒരു ഡൊമസ്റ്റിക്കിന്റെ ഫുഡ് വാൽവ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ. ആ ഒരു രീതിയിൽ വെർട്ടിക്കൽ ടർബൈൻ ഫയർ പമ്പ് സെറ്റും നമുക്ക് ഡൊമസ്റ്റിക് വാട്ടർ ടാങ്കുമായിട്ട് കമ്പൈൻ ചെയ്യുന്നതും പെർമിറ്റഡ് ആണ്. ഇത്രയൊക്കെയാണ് ഒരു പമ്പ് റൂമിന്റെ സ്റ്റാൻഡേർഡ് സൈസ്, അതുപോലെ തന്നെ വാട്ടർ ടാങ്കിന്റെ അറേഞ്ച്മെന്റ് എന്നുള്ള രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് നാം മനസ്സിലാക്കാൻ.
അപ്പോൾ നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ മെൻഷൻ ചെയ്ത പോലെ തന്നെ നമ്മുടെ മിക്ക വീഡിയോസും പ്രൈവറ്റ് ആയിരിക്കും. കാരണം നിങ്ങൾക്കറിയാം, നമ്മുടെ യൂട്യൂബിൽ നിന്ന് മോണിറ്റൈസ് ചെയ്ത് വരുമാനം നടക്കുന്ന ഒരു ചാനലല്ല. ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ബിഗിനേഴ്സിനെ അതല്ലെങ്കിൽ ഇന്റർവ്യൂസിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. ബട്ട് കോപ്പിറൈറ്റ് റിലേറ്റഡ് ഇഷ്യൂസും അതുപോലെ തന്നെ ഈ ഒരു ഫീൽഡിൽ ക്ലാസ് എടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ റിസ്ക് ഒന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് എല്ലാ വീഡിയോസും മേജർ വീഡിയോസ് ഒക്കെ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫീൽഡിലൊക്കെ നിങ്ങൾക്ക് ഫർദർ സ്റ്റഡി നടത്താൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രം ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്സിന്റെ ഒക്കെ ഫുൾ വീഡിയോസ് അവൈലബിൾ ആയിരിക്കും. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്.